കല്ലൂസ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. ശ്രേയ ട്യൂഷന് പോയി. ഇളയ മകൾ കല്ലു ഇപ്പോഴും കിടന്ന് നല്ല ഉറക്കമാണ്. ആ നേരം കൊണ്ട് ഞാൻ രാവിലെ എണീച്ചു തൂക്കാമെന്ന് കരുതി. അവളിപ്പോൾ എണീറ്റായിരുന്നെങ്കിൽ എൻ്റെ ഒപ്പം ഇവിടെ മുറ്റത്തൊക്കെ ഇറങ്ങി ചവറ് വാരിയിടും, ചുമ്മാ വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ശ്രേയ എന്തി, ചേച്ചി എന്തി, അവൾക്ക് ട്യൂഷന് പോകണമെന്നും പറഞ്ഞ് ചുമ്മാ എൻ്റെ കൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇനിയുള്ള വീഡിയോകളിലൊക്കെ മക്കളുടെ വിശേഷങ്ങളും കൂടി ഞാൻ ഉൾപ്പെടുത്താം. വീട്ടിലെ വിശേഷങ്ങളും വീട്ടിലെ ചുറ്റുപാടുകളും ഇനിയുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതിന് നിങ്ങളുടെ പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അങ്ങനെ രാവിലത്തെ തൂത്തുവാരക്കൊക്കെ കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തും ഉണ്ട് കേട്ടോ. വീടിന് ചുറ്റും മരങ്ങളാണ്. ഇന്ന് ഉച്ചയ്ക്ക് ചുമന്ന ചീര കിട്ടിയേ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ചീര തോരൻ വയ്ക്കുന്നത് ഉൾപ്പെടുത്താമെന്ന് കരുതി. നല്ല ചുമന്ന ചീര ഉണ്ടല്ലോ, ഫ്രഷ് ചീരയായിരുന്നു. മുറ്റത്ത് നിൽക്കുന്ന പച്ചമുളക് തൈയിൽ നിന്ന് 3-4 പച്ചമുളക് കിട്ടി. നല്ല എരിവുള്ളതാണ്. ഇന്നത്തെ ചീരത്തോരൻ ആ മുളക് എടുക്കാമെന്ന് കരുതി. ചീര ചെറുതായി നല്ല അരിഞ്ഞ് വെച്ചേക്കുമായിരുന്നു. അത് ചതച്ചെടുത്ത് സാധാരണ നമ്മൾ ചീരത്തോരൻ വയ്ക്കില്ല, അതുപോലെ കടുക് വറുത്ത് അരപ്പ് വരട്ടി പിന്നെ നമ്മൾ ചീരയിട്ട് സാധാ പോലെ തന്നെ ചിക്കി തൂത്തി എടുക്കുക. അധികം വെള്ളമൊന്നും ഒഴിക്കണ്ടല്ലോ. ഉച്ചയ്ക്ക് ഇപ്പോൾ അമ്പലത്തിലെ ചോറാണ് കഴിക്കുന്നത്. നമ്മുടെ അവിടെ ശിവൻകോവിൽ ശിവരാത്രി സംബന്ധമായ ഉത്സവം നടക്കുമല്ലേ. അപ്പം അവിടെ നിന്ന് ഉച്ചയ്ക്ക് അണ്ണൻ ചോറ് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അതാണ് കഴിക്കുന്നത്. കല്ലുമോളും ഞാനും കൂടെ പോയേനെ, പക്ഷേ മോൾക്ക് പനിയാണേ. അപ്പോൾ ചൂടത്ത് പോയാൽ പനി കൂടില്ലേ, അതുകൊണ്ട് പോയില്ല. അങ്ങനെ ചീരത്തോരനൊക്കെ റെഡിയായി, നന്നായിട്ടുണ്ട്. ഇത് നമ്മുടെ വില്ലി, ഇവിടുത്തെ നായ്ക്കുട്ടിയാണ്. അപ്പോൾ സമയം വൈകുന്നേരമായി, നല്ല മഴക്കോളുണ്ട്, മഴ പെയ്യുമായിരിക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലൂടെയുള്ള വഴി. ഈ വീടിന് ചുറ്റുവശവും വഴിയാണേ. സൈഡൊക്കെ നെറ്റ് വെച്ച് മറച്ചേക്കുക. എന്താണ്, റോഡ് സൈഡായതുകൊണ്ട് വണ്ടിയൊക്കെ പോകും. അപ്പോൾ കല്ലുമോൾ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ അവൾ കണ്ണ് തപ്പി ഇറങ്ങി റോഡിലേക്ക് പോകും. അതുകൊണ്ട് കുറച്ച് ഭാഗത്തൊക്കെ നെറ്റ് അടിച്ചേക്കുക. അത് ഈ വീടിൻ്റെ ഫ്രണ്ട് വയലാണ്. ആ വയലിൻ്റെ കരയ്ക്ക് കാണുന്നതാണ് ഇവിടുത്തെ ഓഡിറ്റോറിയം. ഇനി ഒരു വീഡിയോയിൽ ആ വയൽ ഭാഗമൊക്കെ കാണിക്കാമേ. നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാനൊക്കെ. വയലേറിയല്ലേ, നല്ല രസമാണ്. ഇനി ഒരു വീഡിയോയിൽ ഞാൻ ആ ഭാഗമെല്ലാം കാണിക്കാം. ഇവിടെ ധാരാളം മയിലൊക്കെ ഉണ്ട്. ഈ വയലിൽ എപ്പോഴും പിന്നെ നമ്മുടെ ഈ പോച്ചയൊക്കെ കുത്തി തിന്നാനൊക്കെ വരുവേ. വയൽ ഇഷ്ടംപോലെ ഉണ്ട്, ആൺമയിലും പെൺമയിലൊക്കെ. കല്ലുമോൾ അങ്ങനെ ഉറക്കം എണീറ്റ് അവൾ ചായയും പഴംപൊരിയും കഴിക്കുക. ഞാൻ വൈകുന്നേരം ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള പ്ലാവാണ്, നിറയെ ചക്കയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈവനിങ്ങിൽ ചക്ക വറക്കുന്നതും കൂടി ഉൾപ്പെടുത്താമെന്ന്. ചക്ക വേവിച്ചില്ല, വെട്ടിപ്പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് നാളെ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഇതിലെ ചോറുണ്ട്. അപ്പോൾ വെറുതെ ചക്ക വേവിച്ച് വേസ്റ്റായി പോകണ്ടെന്ന് കരുതി അത് മാറ്റി വെച്ച് നാളത്തേക്ക്. ചക്ക അതിൽ നിന്ന് സ്വല്പം എടുത്ത് വറുത്തു. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചേ വറുത്തുള്ളൂ. വറുത്ത് നല്ല നിറമൊക്കെ ഉണ്ട് കേട്ടോ, വറുത്ത് കോരി എടുത്തപ്പോഴേ. ചക്ക വറുക്കുന്ന ഒരു വലിയ വീഡിയോ ഇടാമേ. അപ്പോൾ വറുത്ത് ഭരണിയിലൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ കല്ലുമോക്കും ശ്രേയയ്ക്കും കഴിക്കാമല്ലോ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചക്ക അടത്തി ഒരു ദിവസം ഫുൾ വറുക്കണം. ഇതിപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി സ്വല്പം വറുത്തന്നേ ഉള്ളൂ. വലിയ ഉരുളി കേട്ടോ. അതെന്താണെന്നറിയാമോ, എൻ്റെ ഗ്യാസ് അടുപ്പ് പണി തന്നു, അടുപ്പ് കംപ്ലൈൻ്റ്. അതുകൊണ്ട് ഞാൻ വിറകടുപ്പിലാണ് വെച്ചത്. അപ്പോൾ ആ അടുപ്പത്ത് വയ്ക്കാനുള്ള പരുവത്തിലുള്ള പാത്രമില്ലായിരുന്നു, ഈ ഒരെണ്ണേ ഉള്ളായിരുന്നു. അപ്പോൾ അതാണ് ഈ വലിയ ഉരുളിയിൽ കുറച്ച് ചക്ക ഇട്ട് ഇങ്ങനെ വറക്കുന്നത്. അപ്പോൾ ചക്ക നല്ല മൂത്ത് റെഡിയായി വന്നിട്ടുണ്ടേ. കല്ലുമോൾ അവിടെ നിൽപ്പുണ്ടേ, ചക്ക തായോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ചക്ക വറുത്ത് കോരി കഴിഞ്ഞ് മോന് പിന്നെ തരാൻ തിളച്ച എണ്ണയുടെ അടുത്ത് വന്ന് നിൽക്കുമല്ലേ. അപ്പോൾ അവൾക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് അതിൻ്റെ അടിഭാഗത്ത് വന്ന് നിൽക്കും. അപ്പോൾ വാരി എടുക്കുന്ന സമയത്ത് അങ്ങനെ എണ്ണ മുഖത്തങ്ങനെ തെറിച്ച് വീണാൽ പിന്നെ അവൾ എന്നെ അവിടെ വെച്ചിരിക്കുമോ. ഒരു ഉറുമ്പ് കടിച്ചാൽ മതി, പിന്നെ അവൾ എൻ്റെ അടുത്താണ് പ്രശ്നം മൊത്തവും, ദേഷ്യം മൊത്തവും എൻ്റെ അടുത്ത്. ഭയങ്കര വിഷമമാണേ. അപ്പോൾ ചക്കയൊക്കെ വറുത്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ ഓക്കെ, ബൈ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.